ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓണം റിലേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും ഒരു ഓണം റിലേറ്റഡ് വീഡിയോ. കാരണം ഇപ്പോൾ എല്ലാവരും ഒന്ന് ആവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു പപ്പായ ഫേഷ്യൽ ചെയ്താലോ? കാരണം ഞാനും കുറേ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മുഖമൊക്കെ നല്ല ടയർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു പപ്പായ ഫേഷ്യൽ ഓണത്തിന് മുമ്പായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയും കൂടെ ഷെയർ ചെയ്യാമെന്ന്. പിന്നെ വേറൊരു കാര്യം, ഓണത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പപ്പായ ഫേഷ്യൽ അല്ല. നമുക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഇവൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഫേഷ്യലാണ്. അപ്പോൾ ഈ പപ്പായ ഫേഷ്യലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു സ്കിന്നിനെയൊക്കെ പെട്ടെന്ന് ഒന്ന് ഗ്ലോയിങ് ഇഫക്റ്റൊക്കെ ആക്കാനും ഒരു ബ്രൈറ്റ്നസ് ഒക്കെ തരാനും നല്ലൊരു നല്ലൊരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പപ്പായ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ മെയിനായിട്ടും ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ എനിക്കൊരു ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എൻ്റെ തലയിൽ ഓടി വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പായ ഫേഷ്യലാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ആ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാം. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു 4 സ്റ്റെപ്പാണ്. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഇവൻ്റ് ഒന്നും വേണമെന്നില്ല കേട്ടോ. അല്ലാത്തപ്പോൾ തന്നെ നമുക്ക് മാസത്തിൽ ഒരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖത്ത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിലോ ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, പക്ഷേ വളരെ സിമ്പിളാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പറ്റുമെങ്കിൽ ഒരു ബാൻഡൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുക. കാരണം ഇതൊക്കെ തലയിൽ മുടിയിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പോകാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ എപ്പോഴും ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് മുഖം ഒന്ന് കഴുകി കൊടുക്കുക. സാധാരണ വെള്ളത്തിൽ ഒന്ന് കഴുകുക. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെൻസറാണ്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ക്ലെൻസർ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമ്മളുടെ ഇന്നത്തെ ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പായ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പായ പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് പപ്പായ യൂസ് ചെയ്യാം. പക്ഷേ ചിലർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് പപ്പായ യൂസ് ചെയ്യുമ്പോൾ മുഖത്ത് ആ ഒരു കറ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഇച്ചിങ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർ പപ്പായ പൗഡർ യൂസ് ചെയ്താൽ മതി കേട്ടോ. സോ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് 1 സ്പൂൺ പപ്പായ പൗഡറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഫ്രഷ് പപ്പായയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പപ്പായ തൊലി കളഞ്ഞ ശേഷം അത് നന്നായിട്ട് മിക്സിയിൽ വെള്ളമൊന്നും തൊടാണ്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഓരോ സ്പൂണായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് പാല് പറ്റില്ലെങ്കിൽ ടൊമാറ്റോയുടെ ജ്യൂസ് അത് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേതെങ്കിലും 2-ൽ 1 നമ്മൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യുമ്പം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്ലെൻസർ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. സോ അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ള ക്ലെൻസറാണ്. എനിവേയ്സ് ഇത് നല്ലതുപോലെ മുഖത്തുനിന്ന് അഴുക്ക് കളയാനായിട്ട് ഏറ്റവും പറ്റിയ 2 കോമ്പിനേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് പാലാണ്. എൻ്റെ നോർമൽ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് പാല് വലിയ കുഴപ്പമില്ല. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പാല് പറ്റില്ലെങ്കിൽ തക്കാളിയുടെ നീര്, ഇതിൽ 2 ഏതെങ്കിലും നന്നായിട്ട് വർക്കൗട്ട് ആവും കേട്ടോ. കാരണം ഞാൻ 2ഉം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം പാലൊഴിച്ചിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫേഷ്യൽ ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിലും ചെയ്യണം. പിന്നെ പറ്റുമെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ ഒന്ന് ഊരി വെക്കണം കേട്ടോ. ഞാൻ ആക്ച്വലി അത് വിട്ടുപോയി. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക റൗണ്ടിൽ. പിന്നെ സ്പെഷ്യലി ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ പതുക്കെ വേണം മസാജ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമ്മൾ ഒരുപാട് മുഖത്തിനോടുള്ള ദേഷ്യമൊന്നും തീർക്കരുത്. പതുക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നല്ലതുപോലെ ഫേസ് ക്ലെൻസ് ആവും. ഇനി ഒന്നുകിൽ നിങ്ങൾക്ക് തുടച്ചെടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലെൻസിങ് ചെയ്യുമ്പോൾ തന്നെ മുഖത്തിനൊരു നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ വരും. പിന്നെ 2ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രബിങ് ആണ്. അപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റീം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ നനച്ച് എടുത്തിട്ടുള്ള ടവലാണ്. കാരണം എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവി കൊള്ളുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് സ്ക്രബാണ്. അപ്പോൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉടനെ സ്ക്രബ് ചെയ്യണം. അപ്പോൾ സ്ക്രബ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ പപ്പായ പൗഡർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണോളം ലെമൺ പീൽ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. നാരങ്ങയുടെ തൊലി ഉണക്കി പൊടിച്ചതാണ്. അപ്പം അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ചെറിയ തരികളുള്ളത് കൊണ്ട് സ്ക്രബ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യരുത്. അപ്പോൾ എപ്പോഴും സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് തിക്നെസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഹണി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ആവുള്ളൂ.
അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യാം. ഈ ഒരു കട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, കാരണം എങ്കിലേ നമ്മളത് മസാജ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ലൂസാണെങ്കിൽ ഭയങ്കര തെന്നി പോവും. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് മുഖത്ത് ഇതുപോലെ തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് കൂടുതലുള്ളിടത്ത് കുറച്ചധികം മസാജ് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ചിലർക്കൊക്കെ നെറ്റിയിലാണ് അധികം, ചിലർക്ക് മൂക്കിൻ്റെ സൈഡിലായിരിക്കും, ചിലർക്ക് ചുണ്ടിൻ്റെ സൈഡിലുണ്ടാവും, അതുപോലെ കീഴ്ത്താടിയിലുള്ളവരുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെയൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് കൈ നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുകയും ചെയ്യും, പക്ഷേ ഒരുപാട് ലൂസ് ആവുകയില്ല. അപ്പോൾ ഇതുപോലെ തെന്നി അങ്ങനെ ഒരുപാട് പോവില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈ നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ മൂക്കിൻ്റെ സൈഡിലും നെറ്റിയിലും നമുക്കറിയാവുന്ന രീതിയിലുള്ള ടെക്നിക്സ് ഒക്കെ ചെയ്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്നില്ല. എപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ അപ്പർ പോർഷനിലേക്ക് ഇതുപോലെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇളകി വരുന്നത്. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് വരെ ചെയ്യണം. 2 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുഖം കഴുകിക്കളയാം. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് ഫേസിൽ ഡെഡ് സെൽസ്, വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് മാത്രമല്ല, നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് എക്സ്ഫോളിയേറ്റ് ആവാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരും, ഇപ്പം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാം. പക്ഷേ അല്ലാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്, ഈ ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, സ്ക്രബിങ് കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാജിങ് ക്രീമാണ്. സോ അപ്പോൾ ഞാൻ മസാജിങ് ക്രീം ഉണ്ടാക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ പപ്പായ പൗഡർ എടുക്കുക. അപ്പം ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് തേൻ ഒഴിക്കണം കേട്ടോ. അത്യാവശ്യം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ തേൻ ഒഴിച്ചത് കൊണ്ട് ഒരുപാട് വേണ്ട, അത്യാവശ്യം ഒരു 3-4 തുള്ളി തേൻ ഒഴിക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സ്പൂൺ അലോവേര ജെല്ലാണ്. ഇത് നമ്മുടെ തന്നെ പ്രൊഡക്റ്റാണ്, അതുകൊണ്ടാണ് ഇതിന് കളറ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ മസാജിങ് ക്രീം ഉണ്ടാക്കാനായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല ക്രീം ഇതിൽ ഇരിക്കും. അപ്പോൾ നമുക്ക് മസാജ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇത് നിറയെ നല്ലതുപോലെ മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നല്ലൊരു ഗ്ലോ ആണ്. അപ്പം ഈ ഒരു രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഫുള്ള് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യണം. ഒരുപാട് നല്ലതാണ്, ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നല്ലതുപോലെ മുഖത്ത് കട്ടിയിൽ തന്നെ ഇട്ടതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക. നെറ്റിയിലും കഴുത്തിലും ഇടുക. ഞാൻ സ്ക്രബ് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ കഴുത്തിൽ ചെയ്യാറില്ല, ചില ആൾക്കാർ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കങ്ങനെ, കാരണം കഴുത്തിൽ അറിയാം നമ്മളുടെ സ്കിൻ ചിലരുടെ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആയിരിക്കും. ചിലർക്ക് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഡെഡ് സെൽസ് കൂടുതലുള്ളവർക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ കഴുത്തിലും ചെയ്യാം കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും മസാജ് ചെയ്യണേ ഒരു 3 to 4 മിനിറ്റ്സ് ആണ്. അതിൽ കൂടുതൽ അങ്ങനെ മസാജ് ചെയ്യാറില്ല. 2 to 3 മിനിറ്റ്സോ 3 to 4 മിനിറ്റ്സ് അങ്ങനെ ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് അത്രയും സമയത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു ടെക്നിക്സും നിങ്ങൾ വേറെ അറിയണ്ട, ഇതുപോലെ റൗണ്ട് ഇതിൽ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 മിനിറ്റ്സ് വരെ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ നമ്മളുടെ മസാജിങ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. മസാജിങ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ മുഖത്ത് നല്ലതുപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടിയിട്ട് നല്ലൊരു ഗ്ലോയിങ് ഇഫക്റ്റ് നമ്മളുടെ ഫേസിൽ വരും. പിന്നെ നമ്മളുടെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് എല്ലാ ഫേഷ്യലിൻ്റെയും പോലെ തന്നെ ഫേസ് പാക്കാണ്. അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ സ്കിൻ ടൈപ്പുകാർ അത് മിക്സ് ചെയ്യുന്നതിനൊക്കെ കുറച്ച് വിധങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിട്ട് മിക്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ പപ്പായ പൗഡറാണ്. പിന്നെ നമ്മൾ അതിലേക്ക് 1 സ്പൂൺ കൗലിൻ ക്ലേ ആണ്, അത് വൈറ്റ് ക്ലേ ആണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും വളരെ നല്ലതാണ്. നോർമൽ, ഡ്രൈ, ഓയിലി എല്ലാ ടൈപ്പ് സ്കിൻകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് കൗലിൻ ക്ലേ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ മുൾത്താണി മിട്ടി ആയാലും യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഓരോ സ്കിൻ ടൈപ്പുകാർ ഡിഫറെൻ്റ് ആയിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഞാനത് പറഞ്ഞു തരാം. നോർമലായിട്ടുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മിക്സ് ചെയ്യുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാൽ ഉപയോഗിക്കുക, പച്ചപ്പാൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരുപാട് എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ അതിൽ കുറച്ച് ബദാം ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചാൽ മതി.
പിന്നെ ഓയിലി സ്കിൻ ആണെങ്കിൽ റോസ് വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. നോർമൽ സ്കിൻ ആയതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. പാക്കും റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, ഇതുപോലെ ഒരു തിക്നെസ്സിൽ വേണം പാക്ക് ഉണ്ടാക്കാനായിട്ട്. പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒരു തിക്ക് ലെയർ ആയിട്ട് തന്നെ ഇട്ടോളൂ. കാരണം കൈയൊക്കെ കൊണ്ട് ചെയ്താൽ മതി കേട്ടോ. കൈ വെച്ച് ചെയ്താൽ മതി. ബ്രഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണമെന്നില്ല. നല്ലതുപോലെ ഒന്ന് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും മുഖത്തും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനടിയിൽ ഈ മാസ്ക് അപ്ലൈ ചെയ്യരുത്. കാരണം ഇത് ക്ലേ മാസ്ക് ആണ്. അപ്പോൾ അത് കണ്ണിനടിയിലെ സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ അത് വലിയാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് അത് ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 15 മിനിറ്റ് നമ്മൾ റിലാക്സ് ചെയ്യില്ലേ, ആ ഒരു സമയത്ത് നമുക്ക് വെള്ളരിക്കയില്ലേ സലാഡിലൊക്കെ യൂസ് ചെയ്യുന്നത്, ആ വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് കണ്ണിൽ വെക്കുക. അതല്ലെങ്കിൽ ഒരു പഞ്ഞി റോസ് വാട്ടറിൽ മുക്കിയിട്ട് ഒന്ന് കണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. സോ അപ്പോൾ ഇത്രയും ചെയ്യുക. അപ്പോൾ 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. നല്ലൊരു ഇഫക്റ്റ് നമുക്ക് വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. ഫേസ് പാക്കും ഒക്കെ കഴുകി കളഞ്ഞതിന് ശേഷം. പക്ഷേ ശരിക്കും ഒരു 24 hours കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു ഗ്ലോ ഇഫക്റ്റും കാര്യങ്ങളും ഒക്കെ വരും. നല്ല ഭംഗിയാവും ഇത് ചെയ്തതിന് ശേഷം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ പിന്നെ ഒട്ടും ചെറുതല്ലാത്ത ഒരു കാര്യമാണ്, നല്ലതുപോലെ നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ അലോവേരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിറയെ ഞാൻ അലോവേര അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നല്ലതുപോലെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും അലോവേര ഇടുമ്പോൾ നല്ലൊരു തിക്ക് ലെയറിൽ തന്നെ അലോവേര ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കണ്ണിന് മുകളിലും അടിയിലും ഒക്കെ ഇത് ചെയ്യാറുണ്ട്. നന്നായിട്ട് നമ്മുടെ ഫേസ് നല്ലതുപോലെ മോയ്സ്ചറൈസ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.